സ്റ്റാർട്ട് ചെയ്ത് പറയാനാണെങ്കിൽ അറൗണ്ട് നമ്മളൊരു 10 lakh ക്യാപിറ്റൽ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. അത് ഓൺ ദ വേ കുറേ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ടുണ്ട്, റിട്ടേണും കൂടി ബഫർ കൂടി ഇപ്പോൾ കറന്റ് 2.5 മാനേജ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മൾ ഒരു ലോക്കൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മണ്ടനാണെന്ന് ഞാൻ എന്ന് അക്സെപ്റ്റ് ചെയ്തോ അന്നാണ് എനിക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അതല്ല ഞാൻ പറയുന്നത് ശരിയാവണം, ഞാൻ പറയണതാണ് ശരി, ഇങ്ങനെ പോവും എന്ന് മാർക്കറ്റിനോട് വാശി പിടിച്ച സമയത്ത് ആ ഒരു ഈഗോ ഞാൻ വെച്ചിരുന്നിടത്തോളം ഐ വാസ് റോങ്. ഹ്യൂമൻ സൈക്കോളജിക്ക് ഒരു പ്രശ്നമുണ്ട്. ചെറിയ ചെറിയ വിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ ചോദിക്കണം, അവിനാശിൻ്റെ അടുത്ത് 10 കോൺസിക്യൂട്ടീവ് ട്രേഡ് എടുക്കുമ്പോൾ 8 വിന്ന് കിട്ടും, 2 ലൂസ് കിട്ടും. അതേ സമയത്ത് 8 ലൂസും 2 വിന്നും, ലൈക്ക് അറ്റ് ദ എൻഡ് റിസൾട്ട് ഒന്നാണെങ്കിലും യു വിൽ ഗോ വിത്ത് 8 വിൻ. ബിക്കോസ് നമുക്ക് ലോസസ് എടുക്കാൻ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയാം, എവിടെ ക്ലച്ച് പിടിക്കണം, എവിടെ ഇത് ചെയ്യണം, ഏത് രീതിയിൽ റൈഡ് ചെയ്താൽ കംഫർട്ടബിൾ ആയി പോകുന്നത് എനിക്കറിയാം. പെട്ടെന്ന് അവിനാശ് എത്ര വലിയ റൈഡറാണെങ്കിലും ശരി, എൻ്റെ ബൈക്കിൽ കയറിയിട്ട് കുറച്ച് ഇത് കഴിഞ്ഞാൽ ഒന്ന് പതറും. സെയിം തന്നെയാണ് സ്ട്രാറ്റജിയുടെ കാര്യം. ഈവൻ അവർ ChatGPT ഇട്ട് കോഡ് ചെയ്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ പിന്നെ എന്തിനാണ് നമ്മുടെ ഒരു ഗൈഡൻസ്. പക്ഷെ അവർ പ്രോഫിറ്റബിൾ അല്ല. പക്ഷെ നമ്മുടെ കൂടെ ഇരുത്തി ഒരു കുറച്ച് ക്ലാസ്സസ് നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവർ ചെയ്തപ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവർ പ്രോഫിറ്റബിൾ ആയി, നമ്മുടെ കൺമുന്നിൽ തന്നെ പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ ഈ പോഡ്കാസ്റ്റിലേക്ക് നമ്മുടെ ഒരു നെക്സ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ആദർശ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയെ പറ്റി എനിക്കറിയാവുന്നത് ഒരു മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന് പറയുന്ന ഒരു പേജിലൂടെയും അതുപോലെ ഒരു ട്രേഡറായിട്ടും അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പെർഫ്യൂം ബിസിനസ്സിലോട്ട് കയറുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. കൂടുതൽ എനിക്ക് തോന്നുന്ന ആദർശമായിട്ട് തന്നെ പരിചയപ്പെടുത്തട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദർശ് ഓഡിയൻസിനോട് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദർശിനെ പറ്റി? സോ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന് പറഞ്ഞ പേജ് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, വലിയ പേജല്ല. അപ്പോൾ ഞാൻ ഒരു മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന് പറഞ്ഞ പേജ് നടത്തുന്നത് ബേസിക്കലി വി ആർ ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ്, പ്യോർലി ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരു ചെറിയ ബിസിനസ് റൺ ചെയ്യാണ്. സോ മോർ ദാൻ ദാറ്റ് ഈ ഡൊമൈനിലൊരു 5 വർഷമായി. ആൻഡ് വേറെ പുതിയ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ. എനിക്കൊന്ന് മാർക്കറ്റ് പ്ലൂട്ടസ് അതായത് പേഴ്സണലി ഞാൻ കണ്ടു തുടങ്ങുന്നത് കുറച്ച് നാളുകളായി. അത് ഇപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്ന ആദർശ് തന്നെയാണ് മെയിൻ ഫേസ് ആയിട്ടുള്ളത്. കുറച്ച് 1-2 പേര് മാറി വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പേജിൽ എനിക്ക് ഹിറ്റാവുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് റിയാലിറ്റി പറയുന്ന ഒരു പേജായിട്ടാണ് വരുന്നത്, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ സ്റ്റിൽ ഈ മാർക്കറ്റ് പ്ലൂട്ടസ് നിങ്ങൾ പറയുന്നുണ്ട്, ബട്ട് നിങ്ങളുടെ ഒരു ബിസിനസ് മോട്ടീവ്, അതിൻ്റെ പിന്നിലുള്ള ബിസിനസ് എന്താണെന്ന് സ്റ്റിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊന്ന് നമ്മൾ ആദ്യത്തെ ചർച്ചയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ ബിസിനസ്? ആക്ച്വലി ഇത് കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എന്താണ് ബിസിനസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ പർപ്പസ്, അതെന്തിനാണ് ഇങ്ങനെ ഒരു പേജിലൂടെ നിങ്ങൾ കൺവേ ചെയ്യാൻ നോക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന് പറഞ്ഞ പേജ് തുടങ്ങിയത് തന്നെ ഒരു സോൾ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഇൻട്രസ്റ്റ് പുറത്താണ്. മാർക്കറ്റ് പ്ലൂട്ടസ് എന്താണ് ആക്റ്റീവ്ലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഒരു പൂൾഡ് ഫണ്ട് ഉണ്ട്. യു ക്യാൻ സേ ഇറ്റ് ആസ് എ ഫാമിലി ഫണ്ട്. നമ്മൾ ആ ഫണ്ടിനെ വി യൂസ് ഫോർ ട്രേഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. പ്യുവർലി വേറെ ഒരു ബിസിനസ്സും നമുക്കില്ല. ആ ഒരു ഫണ്ട് ഉണ്ട്, ആ ഫണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന് പറഞ്ഞ പേജ് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ചുമ്മാ അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഭയങ്കര താല്പര്യമുള്ളത് കൊണ്ട് തന്നെ, പിന്നെ അറിയാലോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ലോൺലി ബിസിനസ്സാണ്. സോ അത് ബോറാവാതിരിക്കാനും മാർക്കറ്റായിട്ട് ടച്ച് ചെയ്ത് നിൽക്കാനും വേണ്ടി തുടങ്ങിയ ഒരു പേജ് മാത്രമാണ്. അല്ലാതെ വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സെയിൽ ടു ജനറൽ ഓഡിയൻസ്. പിന്നീട് എന്തെങ്കിലും ഒരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് വരുവാണെങ്കിൽ മേ ബി അത് യൂസ് ചെയ്യപ്പെടാം. മേ ബി അങ്ങനെ ഒരു ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ലൈക്ക് ഒരു വാല്യൂ ആഡ് ആയിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ ഇതുവരെ പറ്റിയില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് എന്തായാലും. മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്കൊരു പൂൾഡ് ഫണ്ട് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കറൻ്റ്ലി ആ ഫണ്ട് മാനേജ് ചെയ്ത് പോവുക. ആൻഡ് ഓൾസോ വി ആർ ലുക്കിംഗ് ടു ഗ്രോ ദാറ്റ് ഫണ്ട്. ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് എയിം. വി ആർ ഹാവിങ് കോർപ്പറേറ്റ്സ് ഓഫ് ലൈക്ക് 2.5 crores ഇപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതെങ്ങനെ ഗ്രോ ചെയ്യാം, മാർക്കറ്റിനെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, അത് മാത്രമാണ് ഇപ്പോൾ കറണ്ട് പ്ലാൻ. ബട്ട് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ 2.5 CR ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 yearsൻ്റെ ജേണിയാണെന്ന് പറഞ്ഞ്, ഇതിലൂടെ ഈ 5 വർഷത്തിൽ ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിലായാലും ഒരു 5 years കൊണ്ട് മാർക്കറ്റ് ഒരുപാട് മാറുന്നുണ്ട്. ഒരു 5 years ഞങ്ങളൊരു 2018 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പോലെയല്ല ഇന്നത്തെ ടൈം. റിട്ടേൺ പെർസെൻറ്റേജ് മാറുന്നുണ്ട്.
മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റിയും മൂവ് മാറുന്നുണ്ട്, സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ബിസിനസ് എന്ന് പറയുന്നത് കീപ്പ് ഓൺ അഡാപ്റ്റ് ആയില്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ. നമ്മൾ എത്ര വലിയ ട്രേഡർ ആണെന്ന് ഇപ്പം പറഞ്ഞാലും നാളെ നമ്മൾ മാർക്കറ്റ് ചേഞ്ച് ആവുന്നതിൻ്റെ അനുസരിച്ചിട്ട് അഡാപ്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. അത്രേ ഉള്ളൂ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ഈ 5 ഇയേഴ്സ് ജേർണിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് അതിലെങ്ങനെയാണ്? അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്തുകൊണ്ട് നമ്മൾ വേറൊരു ബിസിനസ് അല്ലെങ്കിൽ വേറൊരു വെർട്ടിക്കൽ പ്ലാൻ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിറ്ററലി മാർക്കറ്റിൻ്റെ പുതിയ ടെക്നോളജിയായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ തന്നെ വി നീഡ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് കോൺസെൻട്രേഷൻ. സോ അവിടെ നിന്നൊരു ഡീവിയേഷൻ വരികയാണെങ്കിൽ അത് പെർഫോമൻസിൽ എഫക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഫസ്റ്റ് കാര്യം വേറൊരു വെർട്ടിക്കൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ എങ്ങനെ അഡാപ്റ്റായി, ലിറ്ററലി എങ്ങനെ അഡാപ്റ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ആ ഒരു ലേണിംഗ് തന്നെയാണ് കറൻ്റ്ലി അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ടു ബി ഫ്രാങ്ക് എൻ്റെ ബോട്ടം ഓഫ് ദ ഹാർട്ട് എന്ന് പറയുകയാണെങ്കിലും എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിലും, വി ആർ നോട്ട് എക്സ്പെക്ടിങ് ടു അഡാപ്റ്റ് ഫോർ എ ലൈക്ക് കണ്ടിന്യൂസ് നമ്മുടെ ഡെത്ത് വരെ അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സ് അഡാപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അതെ. അപ്പോൾ അഡാപ്റ്റ് നിൽക്കുന്ന സമയത്ത് വി നീഡ് ടു മേക്ക് എ ഗുഡ് ആൽഫ, ലൈക്ക് 30%, 40%, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അഗ്രസീവ്ലി പോവുക. ദ ഡേ വി ലൈക്ക് വി റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റാത്ത സമയത്ത് വി സ്റ്റെപ്പ് ബാക്ക് വിത്ത് ദ ഓക്കെ. റിട്ടേൺ വി ഹാവ്. ആ സമയത്ത് വേറൊരു വെർട്ടിക്കൽ ഓഫ് ബിസിനസ്സോ ക്യാഷ് ഫ്ലോ ഉണ്ടാവണം. അത്രേ ഉള്ളൂ അതെ. നമ്മളുടെ അപ്പോൾ ഈ കറണ്ട് ഗോൾ. ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് നമ്മൾ വേറൊരു ഇതുമായിട്ട് കംപ്ലീറ്റ്ലി കോറിലേഷൻ ഇല്ലാത്തൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള. യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദാറ്റ് വേ ഓൾസോ. ബിക്കോസ് ട്രേഡിങ് ലിറ്ററലി ഞാനൊരു ഓക്കെ ബോട്ടം ഓഫ് ദ ഹാർട്ട് നമുക്കൊരു പാഷൻ ഉണ്ട്, അതിൽ തന്നെയാണ് കുറേ പേര്. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു ഒബ്സഷനായിട്ട് തോന്നിയില്ല. ബിക്കോസ് ഞാൻ കറണ്ട് മാർക്കറ്റിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഡ്രഗ് യൂസ് ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റിട്ട് ചാർട്ട് തുറന്ന് നോക്കിയിട്ട് ഒരു ട്രേഡിങ്ങിൽ എടുക്കണം എന്ന് പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ ഒരു ഒബ്സഷൻ നമുക്ക് ആർക്കും ഇല്ല. സിസ്റ്റം ബിൽഡ് ചെയ്യുക, ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നവരെ യൂസ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ബിക്കോസ് അറ്റ് ദ എൻഡ് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മാർക്കറ്റ് ഫണിഷ് ചെയ്യുന്നത്. പനിഷ് ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ കറണ്ട് മൈൻഡ് സെറ്റ്. കാരണം അതുപോലെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ് വെരിഫൈഡ് പിയാൻഡിൽ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാർ വളരെ വിരളിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഇപ്പം ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പം അത് ആദർശ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് പ്ലൂട്ടസ് എന്ന പേജ് വഴി. എത്രത്തോളം റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റി ഫസ്റ്റ്? 2, ഈ പറഞ്ഞ ജേണി നിങ്ങൾക്ക് സെയിം ഒരു 3 അല്ലെങ്കിൽ 5 വർഷം മുന്നേ ഉപയോഗിച്ച സെയിം സിസ്റ്റം തന്നെയാണോ, സ്ട്രാറ്റജി തന്നെയാണോ ഇന്ന് യൂസ് ചെയ്യുന്നത്? അത് എല്ലാ വർഷവും മാറ്റിയിട്ടുണ്ടോ? ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ എങ്ങനെയാണ് ഒരു ചിന്ത പറയുമ്പോൾ? ഓക്കെ, ഞാനിപ്പോൾ ഒരു എൻ്റെ ജേണീനെ കുറിച്ച് ഒരു വിശദീകരിക്കാം, അപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ തുടങ്ങിയ സ്റ്റാർട്ടിങ് സമയത്ത് ഞാനും ഒരു പ്രോപ്പർ ഡിസ്ക്രിപ്ഷണറി ട്രേഡർ ആയിരുന്നു. ലൈക്ക് ലാപ്ടോപ്പ് വർക്കുക, രാവിലെ വരിക, മൊമെൻറ്റമുള്ള സ്റ്റോക്ക് ഏതാ നോക്കുക, ചുമ്മാ ഒരു ട്രേഡ് എടുക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ വൺ തിങ് വാസ് പ്രിറ്റി ക്ലിയർ, അന്ന് ട്രേഡ് എടുക്കുമ്പോഴും ഒരു പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു, ഒരു പ്രോപ്പർ ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു അക്കൗണ്ട് ബ്ലോ ചെയ്യുന്ന പോലെ ഒരു ട്രേഡിൽ ഞാൻ ഇതുവരെ കയറിയില്ല. അതുകൊണ്ട് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആക്കുന്നത് എൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഇതൊന്ന് ക്ലിയറായി മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ മാത്തമാറ്റിക്കൽ റിസ്ക്കും റിവാർഡ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ വൈപ്പ് ആവില്ല എന്ന് ഒരു ബോധമുണ്ട്. പക്ഷേ റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ ആൽഫ വേണം. അതിനെന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്നാണ് നമ്മുടെ ജേണി തുടങ്ങുന്നത്. അങ്ങനെ ഡിസ്ക്രിപ്ഷണറി ട്രേഡിങ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും മനസ്സിലാക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കും നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അതെ. അഭിനാസിനും ഏകദേശം സിസ്റ്റമാറ്റിക് ട്രേഡിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ടാവും. അവിടെ നിന്ന് പതിയെയാണ് പിന്നെ ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഡേറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം, അത് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊരു ജേണിയിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ട്രേഡ് മാർക്കറ്റിൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡേറ്റ ബാക്ക്ഡ് ആയ റീസൺ ഉണ്ടാവും, അതിന് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, മാത്തമാറ്റിക്കലി അത് പ്രൂവ്ഡ് ആയിരിക്കും. അല്ലാതെ ഒരു ട്രേഡും മാർക്കറ്റ് പ്ലൂട്ടസ് നിന്ന് നമ്മൾ പഞ്ച് ചെയ്യാറില്ല. ആൻഡ് ഏത് ട്രേഡ് പഞ്ച് ചെയ്താലും നമ്മൾ ഇമോഷണലി വൾണറബിൾ ആവാത്തതിന് കാരണം ബിക്കോസ് വി ഹാവ് എ പെർട്ടിക്കുലർ ഡേറ്റ ടു ഹുക്ക് ഓൺ. അതെ. ഈ സൈക്കോളജി ഞാൻ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്, ഈ സൈക്കോളജി ഒന്നും മെഡിറ്റേഷൻ വെച്ച് വരത്തില്ല, അത് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ട്രേഡിങ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് മെഡിറ്റേഷൻ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ട്രേഡിങ്ങിൽ ഇതൊന്നും അല്ല. നമുക്ക് ഡാറ്റ എത്രത്തോളം നമ്മുടെ മുന്നിലുണ്ട് അത്രത്തോളം നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് പവർ ആക്കാൻ പറ്റും. അതുപോലെ എത്ര റിട്ടേൺ നിങ്ങൾ ഒരു ആവറേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇയർലി ബേസിസിൽ?
തുടങ്ങിയ സമയത്ത് ഞാൻ നെഗറ്റീവായിരുന്നു ഫസ്റ്റ് മന്ത്. ലൈക്ക് അന്ന് വലിയ ക്യാപിറ്റലൊന്നും ഇല്ല. നോർമലാണ്. ഒരു ബ്ലോ ചെയ്യാനുള്ള ക്യാപിറ്റലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ഇയർ ഞാൻ ന്യൂട്രലായിരുന്നു. തേർഡ് ഇയർ ഐ തിങ്ക് ഐ മെയ്ഡ് അറൗണ്ട് 30% റിട്ടേൺ. അന്നാണ് എൻ്റെ ക്യാപിറ്റലിൻ്റെ ബിഗ് ചങ്ക്സ് വരാൻ തുടങ്ങിയത്. ലാസ്റ്റ് 2 ഇയർ വി മെയ്ഡ് അറൗണ്ട് 40%, 45% എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആൻഡ് പോയ ഫൈനാൻഷ്യൽ ഇയറിൽ വി മെയ്ഡ് ക്ലോസ് ടു 50%. അപ്പോൾ കറൻ്റ്ലി ലൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പറയാനാണെങ്കിൽ അറൗണ്ട് നമ്മളൊരു 10 lakh ക്യാപിറ്റലിൽ തുടങ്ങിയ ഒരു അക്കൗണ്ടാണിത്. അത് ഓൺ ദ വേ കുറേ ക്യാപിറ്റൽ ആഡ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ചെയ്ത് റിട്ടേണും കൂടി ബഫർ കൂടി ഇപ്പോൾ കറൻ്റ്ലി 2.5 2.5 crores CR നിൽക്കുന്നുണ്ട്. മാനേജ് ചെയ്യുന്നുണ്ട്. ഈ ആദ്യം ആദർശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അക്കൗണ്ട് ബ്ലോ ചെയ്യുന്നില്ല, റിസ്ക് മാനേജ്മെന്റ്, ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടെന്നുള്ളത്. അത് തന്നെയാണ് ഒരു ബേസിക്കലി എനിക്കൊന്ന് ഒരു ട്രേഡറിന് വേണ്ട മെച്യൂരിറ്റി. അത് അച്ചീവ് ചെയ്താൽ തന്നെ അവൻ ഒരു 90% കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലെ, ഒരു ആ മാത്തമാറ്റിക്കൽ ഒരു എത്ര ട്രേഡ് എടുക്കുമ്പോൾ അത് വാഷ് ഔട്ട് ആവും എന്നുള്ളൊരു കോമൺ സെൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അവിടെ നമ്മൾ സക്സസ് ആയി ആസ് എ ട്രേഡർ. പിന്നെ റിട്ടേൺ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ്. ലുക്ക് ഇത് ലെറ്റ് മി ടെൽ യു ലൈക്ക് പേഴ്സ്പെക്റ്റീവാണ് എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത് ഇന്നത്തെ കാലത്ത്. കാരണം നമ്മളെല്ലാവരും മാർക്കറ്റിലേക്ക് വന്നത് ഒരു നരേറ്റീവ് ബേസിസിലാണ്. കാരണം നമ്മൾ മാർക്കറ്റിൽ വന്നത് യൂട്യൂബ് ചാനൽ കണ്ടിട്ടും അവിടെ നിന്ന് ഇൻസ്പിറേഷൻ എടുത്താണ്. കാരണം നമ്മുടെ ബേസിക് നരേറ്റീവ് നമുക്ക് എന്താ കിട്ടിയത്, ലൈക്ക് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നു, ആ ട്രേഡ് എടുക്കുന്നു, ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഇൻഡ്യൂഷൻ പ്രകാരം ഇങ്ങനെ പോകുന്നൊരു ബേസിക് നരേറ്റീവിലാണ് നമ്മളെല്ലാവരും മാർക്കറ്റിൽ വന്നത്. ബട്ട് ഒരു ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ്, ലൈക്ക് ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാരും ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പറയും ആരും ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ ഇൻഡ്യൂഷനിലല്ല അവിടെ ട്രേഡ് എടുക്കുന്നത്. ഈവൻ അസറ്റ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പോർട്ട്ഫോളിയോ മാനേജർ ഉണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ മാനേജറിൻ്റെ അണ്ടറിൽ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആ ഓരോ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡേറ്റ ബാക്ക്ഡായ ഒരു കാര്യം കൊണ്ടുവന്നിട്ട് അറ്റ് ദ എൻഡ് ഗോൾ എന്ത് ചെയ്യണമെന്ന് മാത്രമാണ് ഒരു വെച്ചത്. അതും ഒരു ജസ്റ്റ് ഒരു ഇൻഡ്യൂഷൻ അല്ല, അതിനെല്ലാത്തിനും ഹുക്ക് ചെയ്യാനൊരു റീസൺ ഉണ്ടാവും. പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രേഡർക്കും ഇവരുടെ ഹുക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് സ്വന്തം ഇൻഡ്യൂഷനാണ്. ആൻഡ് സ്വന്തം ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഹ്യൂമൻ ഇമോഷൻ പറയുന്നതിന് ഒരു താളവുമില്ല, രാഗവുമില്ല. ലോജിക്കില്ല. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് ഹുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമല്ല. ഡേറ്റയ്ക്ക് മാറ്റാൻ പറ്റില്ല. ഉള്ളത് നടന്നതാണ്. അതിപ്പോ ഞാൻ പറഞ്ഞാലും ആദർശ് പറഞ്ഞാലും ഡേറ്റ സയൻസ് സയൻസ് അല്ല, മാത്തമാറ്റിക്കലി പ്രൂവ്ഡ് ആണ്. പ്രൂവ്ഡ് ആണ്. ഹെൻസ് ദ പ്രൂഫ് എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇമോഷന് എവിടെ, ലൈക്ക് ഞാൻ ഇന്ന് ഹാപ്പി ആയിരിക്കും, നാളെ സാഡായിരിക്കും. ഓക്കെ. ആ ഒരു ജേർണി, ട്രേഡിംഗ് ജേർണിയിൽ ഉള്ള ഒരു പ്രധാന ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു ഡിസ്ക്രിഷണറി ട്രേഡിങ്ങിൽ തന്നെ ആൾക്കാർ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു റീസൺ ഈ നമ്മൾ ശരിയാക്കണം, ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് എന്നോട് പ്രൂവ് ചെയ്യണ ഒരു ഈഗോ എലമെൻ്റ് ഉണ്ട് അതിൽ. ആ ഒരു ഈഗോ എലമെൻ്റ് ഞാൻ എത്രത്തോളം ബേസിക്കലി നമ്മൾ ഒരു ലോക്കൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മണ്ടനാണെന്ന് ഞാൻ എന്ന് അക്സെപ്റ്റ് ചെയ്തോ അന്നാണ് എനിക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അതല്ല ഞാൻ പറയുന്നത് ശരിയാവണം, ഞാൻ പറയണതാണ് ശരി, ഇങ്ങനെ പോവും എന്ന് മാർക്കറ്റിനോട് വാശി പിടിച്ച സമയത്ത് ആ ഒരു ഈഗോ ഞാൻ വെച്ചിരുന്നിടത്തോളം ഐ വാസ് റോങ്. ഞാൻ ഒരു പോയിന്റിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് വി ആർ നത്തിങ്, വാട്ട് എവർ ദ ഡേറ്റ സെയിങ് ഇസ് ഫൈനൽ. സോ ആ ഒരു കോൺസെപ്റ്റിലോട്ട് ട്രേഡ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ അത് മൂവ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഒരു ചെറിയ ചേഞ്ച് വന്നു തുടങ്ങി. എനിക്കൊന്ന് ഈ ഇടയ്ക്ക് ഞാൻ ഒരു ബുക്ക് വായിച്ചപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിങ്ങിൻ്റെ ഒരു ബുക്ക്, പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. പുള്ളി ഇതുപോലെ ഇതേ സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളി ഉപയോഗിച്ചേക്കണം. പുള്ളി എന്നത് അത് പുള്ളി ഒന്നുമല്ല, മാർക്കറ്റിൻ്റെ മുന്നിൽ ഞാൻ സീറോ ആണെന്ന് മനസ്സിലാക്കി എൻ്റെ ഈഗോയെ മാറ്റിവെച്ച് അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ അത് ഫാക്റ്റാണ്. പക്ഷേ ഇത് എനിക്കൊന്ന് 95% ആൾക്കാർ ഈ ഫെയിൽ ആവുന്നതിൻ്റെ ഒരു റീസൺ അവിടെ തന്നെ ആവണം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ഓട്ടോമേഷൻ വരുന്നുണ്ട്, അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് ആദർശം ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇമോഷൻസിനെ മാറ്റി നിർത്താൻ പറ്റും? ഓട്ടോമേറ്റഡ് ഒരു പരിധി വരെ നല്ല രീതിയിൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു ഹോളി ഗ്രൈൻഡാണോ ചോദിച്ചാൽ അപ്പോഴും അല്ല. കാരണം അറ്റ് ദ എൻഡ് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് ആ ആൽഗോ പഞ്ച് ചെയ്ത് തരുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ഡിസിപ്ലിൻഡായ എക്സിക്യൂഷൻ കിട്ടും, പക്ഷേ ഇമോഷൻ അറ്റ് ദ എൻഡ് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതാണ്. മേ ബി യു ക്യാൻ സേ 50% പ്രോബ്ലം ഈസ് സോൾവ്ഡ്, ബട്ട് 50% സ്റ്റിൽ ഈസ് ദെയർ ഇൻ ഓട്ടോമേഷൻ. അതിനെന്തൊക്കെ സൊല്യൂഷനാണ് ഉള്ളത് ഇങ്ങനെ ഈ പറഞ്ഞ 50% ഒക്കെ? ഞാൻ പറഞ്ഞ പോലെ ഐ എം ഗോയിങ് ബാക്ക് അഗൈൻ, ഹുക്കാണ് കാര്യം.
നോട്ട് ഓൺലി ഇൻ ട്രേഡിംഗ്, ഒരു ബിസിനസ് ചെയ്യുന്ന ആളായാലും ശരി, ഒരു കമ്പനി നടത്തുന്ന ആളായാലും ശരി, എല്ലാത്തിനും ഒരു ഹൈറാർക്കി ഉണ്ടാവും, എല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ടാവും, കണ്ടീഷൻ ഉണ്ടാവും, ഓരോ എംപ്ലോയീസിന് എന്ത് ചെയ്യണം എന്നുണ്ടാവും. അതേപോലെ തന്നെ ട്രേഡിങ്ങിലും നിങ്ങളൊരു പെർട്ടിക്കുലർ ട്രേഡ് എടുക്കുകയാണ്, ലൈക്ക് പ്രൈസ് ആക്ഷൻ. ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുക്കുന്നു, ഡു യു നോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒരു 100 ട്രേഡ് എടുക്കുകയാണെങ്കിൽ സെയിം ഇതിൽ ഇത്ര SL വെച്ചിട്ട് പ്രോബബിലിറ്റി അറിയൂ, എത്ര പ്രാവശ്യം ടാർഗറ്റ് ഇട്ടാവുന്നു, ആർക്കും അറിയില്ല. ആൻഡ് ആവറേജ് എത്ര പ്രോഫിറ്റ് കിട്ടും, ആർക്കും അറിയില്ല. അപ്പോൾ സംബഡി ടോൾഡ്, ഓക്കെ ഞാൻ ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്കറിയില്ല ഇപ്പോഴും ആവറേജ് എത്രയാണ്, ലൈക്ക് വിൻ പ്രോബിലിറ്റി എത്രയാണെന്ന്. ഓൺലി തിങ് വാട്ട് ദ പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇസ്, ഒരു ട്രേഡ് എടുക്കണ മുന്നേ നിങ്ങളുടെ ആ ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു ബേസിക് പ്രോബിലിറ്റി മനസ്സിലാക്കണം, ആവറേജ് വിന്നിങ് ആവറേജ് ലൂസിങ് എത്ര മനസ്സിലാക്കണം, കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് എടുക്കുമ്പോൾ എത്ര കൺസിക്യൂട്ടീവ് ലോസ് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം, ഡ്രോ ഡൗൺ എത്ര ഉണ്ടാവുമെന്ന് മനസ്സിലാവും. ഈ ഒരു സാധനം എപ്പോൾ ഒരാൾ അറിയുന്നോ അന്ന് പകുതി ഇമോഷൻസിൻ്റെയും, കാരണം ഇതാണ് ഹുക്ക്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ യു പുട്ട് ദർ ഗോ ദർ ബിക്കോസ് ട്രസ്റ്റ് ദറ്റ് ഡേറ്റ പഞ്ചായത്ത്. ആ ഡ്രോ ഡൗൺ എത്രത്തോളം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചില സിസ്റ്റംസ് നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും പ്രോഫിറ്റബിലിറ്റി കൂടുതലായിരിക്കും, പക്ഷേ ഡ്രോ ഡൗൺ ഹയർ ആയിരിക്കും. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം ഇമോഷൻസിനെ ബാധിക്കും. ഈ പറഞ്ഞ കണക്ക് ബാക്ക് എൻഡിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഏതൊക്കെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ആദർശ് ഫോക്കസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടോ? ഡ്രോ ഡൗൺ ആണോ? മെയിനായിട്ട് ഞാനൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് കാര്യം ഡ്രോ ഡൗൺ ആണ്. കാരണം ഹ്യൂമൻ സൈക്കോളജിക്ക് ഒരു പ്രശ്നമുണ്ട്. ഹ്യൂമൻ സൈക്കോളജിക്ക് ചെറിയ ചെറിയ വിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണം അവിനാസിൻ്റെ അടുത്ത്, അവിനാസ് 10 കോൺസിക്യൂട്ടീവ് ട്രേഡ് എടുക്കുമ്പോൾ 8 വിന്ന് കിട്ടും, 2 ലൂസ് കിട്ടും. അതേ സമയത്ത് 8 ലൂസും 2 വിന്നും, ലൈക്ക് അറ്റ് ദ എൻഡ് റിസൾട്ട് ഒന്നാണെങ്കിലും യു വിൽ ഗോ വിത്ത് 8 വിൻ. ബിക്കോസ് നമുക്ക് ലോസസ് എടുക്കാൻ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടില്ല. ബിക്കോസ് അതൊരു തെറ്റായ ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം ഡ്രോ ഡൗൺ വിൽ ടീച്ച് യു ലൈക്ക് എത്രത്തോളം ഈ സിസ്റ്റം ലോസിലേക്ക് പോകാം. പിന്നെ അണ്ടർ വാട്ടർ പീരീഡ്, അല്ലെങ്കിൽ ഒരു ഡ്രോ ഡൗൺ വന്നു കഴിഞ്ഞാൽ ആ ഡ്രോ ഡൗൺ റിക്കവർ എടുക്കാവുന്ന ടൈം അതെത്ര പോകും. പിന്നെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ആൻഡ് ആവറേജ് വിന്നിങ് ആവറേജ് ലൂസിങ്, ഇതാണ് ഞാൻ നോക്കാവുന്ന ബേസിക് പാരാമീറ്റർ. ഈ ഡ്രോ ഡൗണിൽ എത്രത്തോളം, ഇപ്പം നമ്മളൊരു സിസ്റ്റം ടെസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി ഡ്രോ ഡൗൺ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആയിരിക്കും. അതിനെയും കാട്ടിയും നമ്മൾ ചില ടൈമിൽ നമ്മൾ സിസ്റ്റം തന്നതിനെയും കാട്ടിയും കൂടുതൽ ഡ്രോ ഡൗൺ പീരീഡിലോട്ട് പോകും. അപ്പം അവിടെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കൂടുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്ന, നമ്മുടെ പൊസിഷൻ സൈസിങ് കുറയ്ക്കുകയോ, പൊസിഷൻ സൈസിങ് അവിടെ എങ്ങനെ മാനേജ് ചെയ്യും ആദർശ്? ഇപ്പം നമ്മുടെ സിസ്റ്റത്തിന് പുറമെ ഔട്ട് ഓഫ് ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞ കണക്ക് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആദർശന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ കറൻ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന പാർട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡ്രോ ഡൗൺ ബാക്ക് ടെസ്റ്റിലുള്ള ഡ്രോ ഡൗൺ എപ്പോഴും ഒരു അണ്ടർ കൺസിഡേർഡ് ഡ്രോ ഡൗൺ ആണ്. അത് പറയുമ്പോൾ അതിൽ 10,000 കാണുകയാണെങ്കിൽ റിയൽ മാർക്കറ്റിൽ 30,000 ഡ്രോ ഡൗൺ വരും. എപ്പോഴും 2x ആസ് എക്സ്പെക്റ്റഡ് ആണ്. ബിക്കോസ് മാർക്കറ്റിൻ്റെ സ്ലിപ്പേജ് വോളറ്റിലിറ്റി എല്ലാം കാരണം. ബേസിക് അത് പറഞ്ഞാൽ മാർക്കറ്റിന് ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങളുണ്ട്, അതിൻ്റെ മേലെ അതാണ് ബേസെങ്കിൽ ആ ബേസ് എപ്പോഴും സ്ട്രോങ് ആണ്. അതിൻ്റെ മേലെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഡ്രോ ഡൗൺ ഒരു പരിധിക്ക് മേലെ എക്സീഡ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കമ്മിയാണ്. എക്സ്ട്രാ ഓർഡിനറി ഇപ്പോൾ ഓപ്ഷൻ ബൈയിങ് പോലത്തെ സിസ്റ്റംസ് ഒക്കെ ആകുമ്പോൾ അത് അതിൻ്റെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ഭയങ്കര സ്ട്രോങ് ആണ്. ബൈയിങ്ങിനാകുമ്പോൾ ഫണ്ടമെൻ്റൽ ഇല്ല എന്നല്ല, പക്ഷെ കുറച്ച് വോൾട്ടൈൽ ആയിരിക്കും. അപ്പോൾ ബേസിക് ഫണ്ടിലൂടെ സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിക്ക് മേലെ ഡ്രോ ഡൗൺ എക്സീഡ് ചെയ്ത് പോണത് കമ്മിയായിരിക്കും. ഇൻ കേസ് ഇനി ഡ്രോ ഡൗൺ എക്സീഡ് ചെയ്ത് പോയാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡ്രോ ഡൗൺ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുക്കും. അത് പറയുമ്പോൾ നമുക്ക് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അത് പറഞ്ഞാൽ ആ ഡ്രോ ഡൗണിനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 10,000 രൂപ ബാക്ക് ടെസ്റ്റിൽ ഡ്രോ ഡൗൺ കണ്ടു, 30,000 രൂപ റിയൽ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒരു 40,000 അതൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് ഒരു കണക്കുണ്ട്. ഒരു 40,000 50,000 വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതും എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഐ വിൽ ഗോ ബാക്ക് ടു ഡെസ്ക്. ഞാൻ അപ്പോൾ ബേസിക് ഫണ്ടമെൻ്റലിൻ്റെ ഡേറ്റ എടുത്ത് നോക്കും, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ. ഹയസ്റ്റ് ഡ്രോ ഡൗൺ എത്രയായിട്ട് വന്നിട്ടുണ്ട് ഇതുവരെ? ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു ഓവറോൾ പോർട്ട്ഫോളിയോ ബേസിസിൽ നമ്മുടെ സിസ്റ്റം ബേസിസിൽ ഞാൻ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ആസ്പെക്റ്റിലല്ല, ട്രേഡിംഗ് ആസ്പെക്റ്റിൽ എത്ര ഡ്രോ ഡൗൺ വൺസ് നിങ്ങൾ പ്രൊഫഷണലി ചെയ്തു തുടങ്ങിയ ശേഷം എത്ര ഡ്രോ ഡൗൺ വരെ പോയിട്ടുണ്ട്? ഓവറോൾ പോർട്ട്ഫോളിയോ ഇതുവരെ ഒരു
5-6% മേലെ പോയിട്ടില്ല ഓക്കെ. സിസ്റ്റം ബേസിസിൽ. ഓവറോൾ പോർട്ട്ഫോളിയോ ബേസിസിൽ. പക്ഷേ സിസ്റ്റമാറ്റിക്കലി ഓപ്ഷൻ ഡയറക്ഷണൽ പോലത്തെ സിസ്റ്റംസിലൊക്കെ നമുക്കൊരു 15% 20% ഒക്കെ പോയിട്ടുണ്ട്. അത് നോർമലാണ് എനിക്ക് തോന്നുന്നത് ഡയറക്ഷനിൽ. അത് പിന്നെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. ബിക്കോസ് ലൈക്ക് ആ സിസ്റ്റത്തിൽ ഒരു 30 ജിം സൈമൺസിൻ്റെ ഒക്കെ ഡ്രോ ഡൗൺ ഞാൻ കണ്ടിട്ടുണ്ട് ചാർട്ട്. എത്ര 50% ഡ്രോ ഡൗൺ ഒക്കെ വന്നിട്ടാണ് ജിം സൈമൺസിൻ്റെ ഇക്വിറ്റി കർവ്. അങ്ങനെ അതൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണ്. ലൈക്ക് 50 ജിം സൈമൺസ് ഒക്കെ മാനേജ് ചെയ്ത ഫണ്ടിന് ഒരു 50% ഡ്രോ ഡൗൺ വന്നിട്ട് ആ ഒരു എന്താ പറയുക പകുതി ഫണ്ട് വൈപ്പായി. അതെനിക്ക് തോന്നുന്നു 90s ആ ഒരു ടൈമിൽ. അതെ. അപ്പോൾ 1990 to 2020 എന്നുള്ളൊരു പീരീഡ് എടുക്കുമ്പോൾ എനിക്കൊന്ന് ജിം സൈമൺസ് ആണ് വേൾഡിൽ ടോപ്പ്. ആ CAGR പ്രൊവൈഡ് ചെയ്താലും ഈ ഡ്രോ ഡൗൺ പീരീഡ് എൻ്റെ ഓർമ്മയിലൊരു 90s പുള്ളിക്കാരന് ഒരു ഈ പറഞ്ഞ കണക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു വേറൊരു കോൺട്രഡിക്ഷൻ ഞാൻ കണ്ടിട്ടുള്ളത് ഈ 2008 നമ്മുടെ മാർക്കറ്റ് ക്രാഷ് നടന്ന ടൈം ഏറ്റവും വലിയ. പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയ റിട്ടേൺ ജനറേറ്റ് ചെയ്ത ടൈം എന്ന് പറയുന്നത് 2008 കാരണം ആ മാർക്കറ്റ് ക്രാഷ് വന്ന സമയത്ത് ആ ഇയറിൽ മാത്രം ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 168%. എൻ്റെ കറക്റ്റ് ഫിഗർ എനിക്ക് ഓർമ്മയില്ല. 100% മേലെ റിട്ടേൺ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അതൊരു ഒരു 30 yearsൽ 65% CAGR എന്ന് പറയുന്നത് സംതിങ് ഒരു അൺബിലീവബിൾ എന്നൊക്കെ പറയേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും. ലൈക്ക് ദർ ആർ സം ട്രേഡേഴ്സ് അതേപോലെ തന്നെയാണ്. ലൈക്ക് ആ ഒരു ഡ്രോ ഡൗൺ എടുക്കുന്നുണ്ട്, ആ ഒരു റിസ്ക് അച്ചീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടാസ്ക്. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഓട്ടോമേഷൻ ടെക്നോളജി മാറി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു പുതിയൊരാൾ ഓട്ടോമേഷനിലോട്ട് വരുന്നുണ്ടെങ്കിൽ ടെക്നോളജി ഒരുപാട് അവൈലബിൾ ആണ്. ഏതായിരിക്കണം പ്രിഫർ ചെയ്യേണ്ടത്? എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ആദർശൻ്റെ ഭാഗത്തുനിന്ന്? ലൈക്ക് നോൺ കോഡിങ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ലൈക്ക് ഇന്ന് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പോൾ ആൽഗോ ടെസ്റ്റ് പോലത്തെ സ്റ്റോക്ക് മോക്ക് പോലത്തെ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ട്രീക്ക് പോലത്തെ ഇതിൽ എനിക്ക് തോന്നുന്നു സ്റ്റോക്സിൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നും നോ കോഡാണ്. ജസ്റ്റ് ലൈക്ക് കണ്ടീഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡേറ്റാസ് കിട്ടും. ട്രേഡ് ട്രോൺ എന്നൊക്കെ പറയുന്ന പോലെ. ആൻഡ് ഇനിയും കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ChatGPT ചോദിച്ചാൽ മതി എന്താ ചെയ്യേണ്ടതെന്ന്. ഇറ്റ് വിൽ ഗീവ് യു ദ കണ്ടീഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്ക് ടെസ്റ്റിങ്ങിനും നോ കോഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതേപോലെ കോഡിങ്ങിനാണെങ്കിലും ശരി പകുതി ചെയ്ത് വെച്ച പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ അത്രയും ഡൗട്ടാണെങ്കിൽ ChatGPT ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ChatGPTയോട് നമ്മളൊരു ഡേറ്റ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അവർ തന്നെ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് തരും. എന്ന് വെച്ചാൽ ലിറ്ററലി കോഡ് അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കോഡ് അറിയേണ്ട ആവശ്യം. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. റൈറ്റ് എഡ്യൂക്കേഷനാണ് എനിക്ക് തോന്നുന്നു വേണ്ടത്. ഒരു ഐഡിയ വേണം. നല്ല ഐഡിയ ഉണ്ടെങ്കിൽ അവനെ കയറി പോകാൻ പറ്റും. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടുക പറഞ്ഞാൽ ആരെയും കറക്റ്റ് ഗൈഡൻസ് തരണം. എല്ലാവരും കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈസ് ആക്ഷൻ അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കില്ലല്ലോ. അതെ. ആ ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ പറ്റിയും കൂടുതൽ മാർക്കറ്റ് പ്ലൂട്ടസ് വഴി പറഞ്ഞിട്ടുള്ളതുണ്ട്. ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ആദർശ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് 5 years ഒരു മാർക്കറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എഡ്യൂക്കേഷനെ സംബന്ധിച്ച്. കാരണം പബ്ലിക്കിന് കുറച്ച് ഒരു എന്താ പറയുക ഡൗട്ടോടെ കണ്ടു തുടങ്ങിയ ടൈമാണ്. അവിടെ ഇപ്പോഴത്തെ ആ ഒരു ഏരിയയിൽ എന്താണ് ആദർശിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്? ഓക്കെ, ഞാൻ പീപ്പിൾ തിങ്ക് റിയാക്ട് ആൻഡ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന സീരീസ് തുടങ്ങിയപ്പോൾ ഞാൻ ലിറ്ററലി കോഴ്സ് സെല് ചെയ്യണതിൻ്റെ എഗെയിൻസ്റ്റ് ആണെന്ന്. അങ്ങനെയല്ല, ഞാൻ കണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ദ കോഴ്സ് സെല് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ല. ദേ ജസ്റ്റ് സിംപ്ലി സെല്ലിങ് ഫോർ മേക്കിംഗ് മണി. ഇപ്പോൾ അഭിനാവ് സ്റ്റാർട്ടഡ് ആൻഡ് യു ഹാവ് ട്രാക്ക് റെക്കോർഡ്. ലൈക്ക് നൗ റിയൽ എക്സ്പീരിയൻസ് ആണ് യു ആർ ടീച്ചിങ്. നിങ്ങൾക്ക് പറയാനായിട്ട് നിങ്ങൾക്കൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ദാറ്റ്സ് വാട്ട് യു ആർ ടീച്ചിങ്. അങ്ങനെ ട്രാക്ക് റെക്കോർഡുള്ള ഒരാളുടെ ഗൈഡൻസ് ഉള്ളത് വളരെ നല്ലതാണ്. അല്ലാത്ത ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ഫാൾസ് നെറേറ്റീവ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തോന്നും. അത് എനിക്ക് എഗെയിൻസ്റ്റായി തോന്നി. അതുകൊണ്ട് ഞാൻ കുറേ ഇങ്ങനത്തെ കുഴിയിൽ വീണുകൊണ്ട് ആൾക്കാർ എന്ത് വിചാരിച്ചാലും ശരി, ജനറൽ ഓഡിയൻസ് അതിൽ വീഴണ്ടെന്ന് ഒറ്റ ഇതിലാണ് ഞാൻ ആ സീരീസ് തുടങ്ങിയത്. അപ്പോൾ ഒരാൾ ഒരു ക്ലാസ് പഠിക്കണം. ഇപ്പം ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ആദ്യം ഒരു കൺഫ്യൂഷൻ, ഒരു ഡിലെമ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇതിൽ നമ്മളിപ്പോൾ ട്രാക്ക് റെക്കോർഡ്, ഇപ്പം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ട്, ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആണ്. ഇപ്പം ഞങ്ങൾ പഠിപ്പിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ മാർക്കറ്റിൽ ആര് ഗൈഡൻസ് കൊടുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്, ഒരു ഡിസിഷനിലാണ് നമ്മളത് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഒന്നും അറിയത്തില്ലാത്തൊരു സ്റ്റുഡൻറ്റ് ഒരു ഡിസിഷൻ എടുക്കണം, ഒരു കോഴ്സിൽ ചേരണം. എന്ത് ബേസിസിൽ അവരെ ഒരു ഡിസിഷൻ എടുക്കണം? ഓക്കെ, ഒരു കോഴ്സ് എടുക്കാൻ വരുന്ന ആൾക്കാർ 100% മനസ്സിലാക്കുക, ഒരാളും 100% നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്നില്ല. ആൻഡ് അഭിനാസിന് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി
വർക്കിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. അത് എനിക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ ദോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അതെനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻ്റെ ഒരു ബൈക്കാണ്. അഭിനാസിൻ്റെ ഒരു ബൈക്കുണ്ട്. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എവിടെ ക്ലച്ച് പിടിക്കണം, എവിടെ ഇത് ചെയ്യണം, ഏത് രീതിയിൽ റൈഡ് ചെയ്താൽ കംഫർട്ടബിളായി പോകുമെന്ന് എനിക്കറിയാം. പെട്ടെന്ന് അഭിനാസ് എത്ര വലിയ റൈഡറാണെങ്കിലും ശരി, എൻ്റെ ബൈക്കിൽ കയറിയിട്ട് ഒന്ന് കുറച്ച് പതറും. ഇത് കഴിഞ്ഞാൽ ഒന്ന് പതറും. സെയിം തന്നെയാണ് സ്ട്രാറ്റജിയുടെ കാര്യം. അപ്പോൾ ഒരാൾ പഠിക്കാൻ വരുമ്പോൾ മനസ്സിലാക്കുക, 100% നിങ്ങൾക്ക് കിട്ടില്ല, ബട്ട് ഈ വിൽ ഗൈഡ് യു അതെ. റൈറ്റ് മെൻറ്റർ ആണെങ്കിൽ. ആ എക്സ്പീരിയൻസ് ഷെയറിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത കുറച്ച് പേര് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ചില പോയിന്റിൽ സംസാരിക്കുമ്പോൾ നമ്മളെക്കാട്ടി നോളജ് ഉണ്ട്. ഒരുപാട് പഠിച്ചിട്ട് വന്നിട്ട് നമ്മളെ ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവരായിരിക്കും, ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത് എന്തിനാണ് നമ്മളുടെ അടുത്ത് പഠിക്കാൻ വന്ന ഇത്രയും നോളജുള്ള നമ്മളെക്കാട്ടി ചില പോയിന്റിൽ ഈവൻ അവർ ChatGPT ഇട്ട് കോഡ് ചെയ്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ, പിന്നെ എന്തിനാണ് നമ്മുടെ ഒരു ഗൈഡൻസ്. പക്ഷെ അവർ പ്രോഫിറ്റബിൾ അല്ല. പക്ഷെ നമ്മുടെ കൂടെ ഇരുത്തി ഒരു കുറച്ച് ക്ലാസ്സസ് നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് അവർ ചെയ്തപ്പോൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ തന്നെ അവർ പ്രോഫിറ്റബിളായി. നമ്മുടെ കൺമുന്നിൽ തന്നെ പ്രോഫിറ്റബിളായി. ഇത്രയും വർഷമായിട്ട് പ്രോഫിറ്റബിൾ ആവാത്ത ആൾക്കാർ പ്രോഫിറ്റബിൾ ആയി തുടങ്ങി. പക്ഷേ നമ്മളെക്കാട്ടി നോളജും ഉണ്ട്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് തോന്നുന്നു, ഒരു എക്സ്പീരിയൻസ് സപ്പോർട്ട് സിസ്റ്റം ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ആളിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ അയാൾ കുറേ അടി വാങ്ങിയ സാധനമാണ് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തരുന്നത്. അതിനാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നത് ആ കോഴ്സ് സെല് ചെയ്യാൻ, ഇൻ കേസ് എടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പോയിട്ട് അദ്ദേഹം മുട്ടിയ എല്ലാ ഡോറും ഒന്നും കൂടി നിങ്ങൾ പോയി മുട്ടുക. ആ ജേണിയിൽ കുറേ ടൈം എടുക്കും, കുറേ പൈസ കളയും. റാദർ ദാൻ ദാറ്റ് യു ആർ ടേക്കിംഗ് എ ഷോർട്ട് കട്ട് ഒരു നല്ല മെൻറ്റർ ആണെങ്കിൽ. പിന്നെ രണ്ടാമത്തെ ഒരു നരേറ്റീവാണ്, കുറേ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി സക്സസ്ഫുൾ. ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ട്രൂ. ഇന്നത്തെ നോക്കുകയാണെങ്കിൽ കുറേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ഐ സി ലൈക്ക് ലോട്ട് ഓഫ് കച്ചവടം പോലത്തെ ബിസിനസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ജസ്റ്റ് +2 പാസ്സായ ആൾക്കാരായിരിക്കും. ദാറ്റ് ഡസൻ മീൻസ് അവർ കുറേ ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഐ ഫീൽ വെൻ ഇറ്റ് കം ടു ബിസിനസ് ആൻഡ് തിങ്സ് ദർ ഇസ് സം അതർ ആസ്പെക്ട്സ്, ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. സിമ്പിളായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ PhD പഠിക്കുന്ന പ്രൊഫസർ ഇലോൺ മസ്കിനെക്കാളും ചിലപ്പോൾ കാശ് ഉണ്ടാക്കണം, ബിക്കോസ് ദേ ഹാവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ട്രൂ. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന് അതൊരു നേക്കാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആ ഒരു ഇപ്പം ട്രേഡിങ്ങിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ എനിക്കൊന്ന് ലേൺ ടു അൺലേൺ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലേൺ ടു അൺലേൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നമുക്ക് എത്ര ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അത് മറക്കുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ് ഫ്യൂച്ചർ എന്നോ ആദർശിൻ്റെ പെർസ്പെക്റ്റീവിൽ? അതിന് നമ്മളൊന്ന് പ്രീവിയസ് മുതൽ നോക്കേണ്ടി വരും. നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, മാർക്കറ്റിൽ 95% ആൾക്കാർ ഫെയിലാവും, 5% ആൾക്കാർ സക്സസ്ഫുൾ ആവുന്ന റേഷ്യോ എപ്പോഴും മെയിൻറ്റൈൻഡ് ആണ്. അതിപ്പോൾ ഫ്രം നമ്മൾ ഈ എക്സ്ചേഞ്ചിൽ പോയി ട്രേഡ് ചെയ്തിട്ട് മുതൽ, ഫുൾ സർവീസ് ബ്രോക്കർ വന്ന മുതൽ, ഡിസ്കൗണ്ട് ബ്രോക്കറിലേക്ക് വന്നിട്ട് ഇന്നിപ്പോൾ ആൽഗോ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന എല്ലാ കാലഘട്ടത്തിലും 95% ട്രേഡേഴ്സും ലൂസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആ 5% ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാർ മാത്രം ഒന്ന് മാറി കളിക്കും. അതിൽ HNIs എപ്പോഴും ആ സ്റ്റേജിൽ മെയിൻറ്റൈൻഡ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇയറും യങ് ടാലൻസിനെ അവർ ഹയർ ചെയ്യുന്നുണ്ട്. ബട്ട് പ്രോബ്ലം എന്താ വെച്ചാൽ, എന്നെയും അഭിനാസിനെയും പോലുള്ള ആൾക്കാർ നമ്മളെ യങ് അഡൽട്ട്ഹുഡിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ നമ്മളൊരു 30-40s ആയി കഴിഞ്ഞാൽ ഇതേ പാഷനിൽ നമ്മൾ പഠിക്കണമെന്നില്ല. പുതിയ ടെക്നോളജി എങ്ങനെ പോയാലും നമ്മുടെ അങ്കിളിനുള്ള ഇൻഫർമേഷനേക്കാളും ബെറ്റർ നമുക്ക് തന്നെ കുറേ കാലത്തിലുണ്ടാവും. അപ്പോൾ മാർക്കറ്റ് കറൻ്റ്ലി ഇവോൾവ് ആവുന്നുണ്ട്. ഐ തിങ്ക് ന്യൂ ടെക്നോളജീസ് വരുന്നുണ്ട്. എഫിഷ്യൻ്റായിട്ട് കുറേ സിസ്റ്റമാറ്റിക്കായിട്ടും, ഇപ്പോൾ അറിയാലോ ജെയിൻ സ്ട്രീറ്റിൻ്റെ ഓരോ അപ്പോൾ മോർ ഡിഫിക്കൽട്ട് ടു ട്രേഡ്. ബട്ട് സ്റ്റിൽ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ 5% ഗ്രൂപ്പിൽ നിൽക്കാം. സർവൈവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവോൾവ് ആവണം. അതാണ് ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. അതുപോലെ ഇത് തന്നെയാണ്, നമ്മൾ പ്രോഫിറ്റബിൾ ആവാൻ എളുപ്പമാണ്, പക്ഷേ സർവൈവ് ചെയ്യാനാണ് പ്രോഫിറ്റബിൾ ആയിട്ട് ഡിഫിക്കൽട്ട്. ആൻഡ് പീപ്പിൾ തിങ്ക് ഒരു പ്രാവശ്യം നമ്മൾ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് പ്രോഫിറ്റബിൾ ആവുന്നു. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേജിൽ, സെയിം കാര്യം പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കമൻറ്റ് കിട്ടി. മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഞാൻ വൺസ് പ്രോഫിറ്റബിൾ പറഞ്ഞിട്ട് എല്ലാ മാർക്കറ്റ് സിറ്റുവേഷനിലും എനിക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നില്ല. അല്ല, അത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം എനിക്ക് ആ വീഡിയോ കാണുമ്പം ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യമേ പ്രോഫിറ്റബിൾ ആവുന്ന ആളോ എനിക്കറിയത്തില്ല, എന്തെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അവർക്ക് അങ്ങനെ എഗെയിൻസ്റ്റ് തോന്നുന്നത്. മേ ബി എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഫാക്റ്റ്. നമുക്ക് നമ്മുടെ ഇൻസെക്യൂരിറ്റി നമുക്കറിയാം. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാനൊരു ട്രേഡറാണ് ബേസിക്കലി. പക്ഷേ ആ ഇൻസെക്യൂരിറ്റി ഇന്നാണ് നമ്മൾ വേറൊരു ബിസിനസ്സിലോട്ട് തുടങ്ങുന്നത്. ഇപ്പം ആദർശിൻ്റെ പുതിയൊരു ബിസിനസ് ഞാൻ കണ്ട പെർഫ്യൂം.
ഒരു കംപ്ലീറ്റ്ലി കോറിലേഷൻ ഇല്ലാത്തൊരു ബിസിനസ്സാണ്. അതും ഈ പറയുന്ന ട്രേഡിംഗ് ഒരു ഇൻസെക്യൂരിറ്റി തന്നെ ആയിരിക്കാം മേ ബി. തീർച്ചയായിട്ടും. ഇപ്പം ഞങ്ങളുടെ രീതിയിൽ ആലോചിക്കുമ്പോൾ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു വെർട്ടിക്കൽ നമ്മൾ കോറിലേഷൻ ഉള്ള ബിസിനസ്സിലോട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത്, ആദർശ് ഒരു കോറിലേഷൻ ഇല്ലാത്തൊരു ബിസിനസ്സിലോട്ട് എക്സ്പാൻഡ് ചെയ്ത്. രണ്ടും രണ്ട് പെർസ്പെക്റ്റീവാണ്. ഇപ്പം എൻ്റെ ചിന്ത വേറൊരു രീതിയിലാണ്, ആദർശിൻ്റെ ശരി വേറൊരു രീതിയിലാണ്. അപ്പം അതിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരാൾ കോറിലേഷൻ ആയിട്ട് തുടങ്ങണം അല്ലെങ്കിൽ കോറിലേറ്റഡ് അല്ലാതെ തുടങ്ങണം? ഓക്കെ. കോറിലേറ്റഡ് അല്ലാതെ ഞാൻ എന്തുകൊണ്ട് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറുകയാണെങ്കിൽ, ഓൾ ദ ബിസിനസ് ദാറ്റ് റിലേറ്റഡ് ടു ദാറ്റ് സം ഓർ അതർ വേ എഫക്റ്റ് ചെയ്യാം. അതെ അതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് എൻറ്റയർലി ഷിഫ്റ്റ്, ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിലേക്ക് പോവാം. എന്തുകൊണ്ട് സ്റ്റിക്ക് ഓൺ ടു മാർക്കറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സുപ്രഭാതത്തിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ ടെക്നോളജീസും ഈസ് മോർ എഫിഷ്യൻറ്റ്. ലിറ്ററലി മൈൻഡ് ബ്ലോയിങ് ആണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ട് മാർക്കറ്റ് ലിറ്ററലി എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ പോവോ, നീ എന്ത് ബിസിനസ് അത് തുടങ്ങിയാലും അത് AI ടേക്ക് ഓവർ ചെയ്യുമോ എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സംതിങ് ദാറ്റ് വരണ്ട AI വരണ്ട എന്ന് പറഞ്ഞ പോലെ, അത് തോട്ട് പെർഫ്യൂം. അതിന് കുറച്ച് സ്കില്ല് വേണം. ട്രേഡിങ് പഠിച്ച പോലെ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ പാഷൻ വരാനുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ അതിൽ? ഓക്കെ, ലുക്ക്, എനിക്ക് അങ്ങനെ വലിയ പാഷൻ ആയിരുന്നില്ല. എനിക്ക് വലിയ നോളജ് ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറേ കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണോ ട്രേഡിംഗ് പഠിച്ചത് അതുപോലെ തന്നെ ഈ പെർഫ്യൂം മിക്സിങ്ങും കുറേ ഇൻഡിക്കേറ്റർ പോലെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യണ പോലെയാണ് ഒരു പെർഫ്യൂം ബിൽഡ് ചെയ്യുന്നത്, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന പോലെ ഒരു പെർഫ്യൂം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ഓഫ് കോറിലേഷൻ ഉണ്ടായിരുന്നു ആ ജേണി. എൻ്റെ ട്രേഡിംഗ് പഠിച്ച ഇനീഷ്യൽ ജേണി പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു പതിയെ ടൈം ഉണ്ടായിരുന്നു ലൈഫിൽ. അപ്പോൾ പഠിച്ച അങ്ങനെ ഇപ്പോൾ സീരിയസ്ലി ലോഞ്ച് ചെയ്തായിരുന്നോ? ഇല്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മേ ബി നെക്സ്റ്റ് മന്ത്. പേരൊക്കെ ഇട്ട പേര് എനിക്കൊന്ന് റിവീൽ ചെയ്തായിരുന്നു ഇടയ്ക്ക്, ട്രേഡ് മാർക്കൊക്കെ എടുത്ത്. നോക്സ് 13. ഓക്കെ. അതിൽ ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ എത്രയായിരിക്കും ഇപ്പോൾ ഒരു പെർഫ്യൂം ബിസിനസ്സിലോട്ട് കയറുമ്പോൾ? ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ? അതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഗ്രേ ഏരിയ എന്ന് പറയുന്നില്ല. ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്ക് പറഞ്ഞൂടാ പെർഫ്യൂം ബിസിനസ്സിലോട്ട് കയറുമ്പോൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണോ, എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണുള്ളത്. മേ ബി ആദർശം പുതിയതാണ്, പക്ഷേ സ്റ്റിൽ ഇതുവരെയുള്ള ജേണിയിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളതും, ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ്? ഇതൊരു സാച്ചുറേറ്റഡ് ഫസ്റ്റ് ഫീൽഡാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. ഓൾറെഡി കുറേ ബിസിനസ് അതിലുണ്ട്. അതിലൊരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. പ്രത്യേകിച്ച് ലൂപ്പ് ഹോളൊന്നും കാര്യമായിട്ട് കണ്ടുപിടിക്കാനൊന്നുമില്ല. അപ്പോൾ വാട്ട് വി വിൽ ഡു ഇസ് വി ആർ ട്രൈങ് ടു അഡാപ്റ്റ് അവർ പെർഫ്യൂംസ് ടു ഇന്ത്യൻ ക്ലൈമറ്റ്. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇന്ത്യൻ ക്ലൈമറ്റിൽ കുറച്ച് നേരം ഒന്ന് ലോഞ്ച് ചെയ്യിപ്പിക്കുക, കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന വിഷൻ. ആൻഡ് മെജോറിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിപ്പോൾ ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസാണ്. ആൻഡ് വി ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പ്. സെയിം മേജർ പെർഫ്യൂം ബ്രാൻഡ് ഇമ്പോർട്ട് ചെയ്യുന്ന സെയിം ഹൗസസ് എന്നാണ് ബ്രാൻഡ്. അത് ഇപ്പോൾ കറൻ്റ്ലി ഒരു 2 ഫ്രാഗ്രൻസ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതിന് ഏകദേശം 4-5 lakhs. 2 ഫ്രാഗ്രൻസ് ലോഞ്ച് ചെയ്യാൻ തന്നെ ഒരു 5 lakh ഇൻവെസ്റ്റ്മെന്റ്. അത് ഇറ്റ്സ് ലൈക്ക് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് മാത്രം. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, നല്ല സാധനത്തിന്. അതുപോലെ പക്ഷേ ഇനി മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അതിലോട്ടൊക്കെ അടുത്ത് വരുമ്പോൾ എന്താണ് പ്ലാൻ? പ്ലാൻ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെയർ ഐഡിയ ഉണ്ട്. പക്ഷെ ഇത് ലേണിംഗ് ആണ്. എങ്ങനെയാണോ ഞാൻ പഠിച്ചത് ആ സ്റ്റേജ് എത്തുമ്പോൾ അവിടെ ഡീപ്പ് ചെയ്യും, അവിടെ റിസർച്ച് ചെയ്യും, നമ്മൾ പോയി ഹേറ്റ് ചെയ്യും. ഓക്കെ, എന്താണെങ്കിലും ചെയ്യാന്നൊരു മൈൻഡ് ഉണ്ട്. അപ്പോൾ എത്ര ഒരു ബഡ്ജറ്റ് ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഇറങ്ങും മുന്നേ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും? എത്ര ബഡ്ജറ്റ് വരെ നമുക്കിത് അലോക്കേറ്റ് ചെയ്യാം? എത്രത്തോളം ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ട്? അല്ല എത്ര ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിതിൻ കമ്മത്തിൻ്റെ ഒരു ഇതിൽ പറയുന്നുണ്ട്, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പം ഒരു ഫണ്ട് 10 CR ആണെങ്കിൽ 10 CR, പക്ഷേ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. പുള്ളിക്കാരൻ ട്രേഡിംഗ് എല്ലാം ബിസിനസ് ചെയ്യുന്നതും ട്രേഡിംഗ് ആസ്പെക്റ്റിലാണ്. ആ സ്റ്റോപ്പ് ലോസ് അച്ചീവ് ചെയ്ത് എക്സിറ്റ് ഫ്രോം ദ ബിസിനസ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആസ്പെക്റ്റ് ഇട്ടിട്ടുണ്ടോ? യെസ്, ഇതിൽ നമുക്ക് ബിസിനസ് ഉണ്ട്. ഞാൻ ക്യാഷ് ബേൺ ചെയ്യാനൊന്നും ഞാൻ റെഡിയല്ല. ബിക്കോസ് ഐ ഹാവ് അതർ സോഴ്സ് ഓഫ് ട്രേഡിംഗ്, ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ്. അവിടെ നമ്മൾ കിട്ടുന്ന ഇതിന് ഇവിടെ ക്യാഷ് ബേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനീഷ്യൽ പ്ലാൻ എന്താ വെച്ചാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. നൗ വി വിൽ ബി മേക്കിംഗ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് ഹിറ്റിംഗ് ടു മാർക്കറ്റ്. ആൻഡ് അതിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ നോക്കിയിട്ടായിരിക്കും വി വിൽ ബി തിങ്കിങ് ഓഫ് ഹൗ ടു സ്കെയിൽ. ബട്ട് ബെസ്റ്റ് പ്ലാൻ, മിഡ് പ്ലാൻ, വേസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞ 3 ഡയറക്ഷനും പ്രിപ്പയർഡ് ആണ്. അപ്പോൾ വെയിറ്റിംഗ് ഏത് ഡയറക്ഷനിൽ പോകുന്നു നോക്കിയിട്ട്. ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഒരാളെ സംബന്ധിച്ച്? പർട്ടിക്കുലർ ഈ ബിസിനസ് ആണോ? എനി ബിസിനസ്.
ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും 95% 98%ഉം പ്ലാൻ ഉണ്ടാവും, പക്ഷേ എക്സിക്യൂഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കില്ല. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, ബാക്കി എടുക്കുക, നാട്ടുകാരുടെ അടുത്ത് പറയുക ഞാൻ പറയുക. ചെയ്യാൻ പോകണമെന്ന്. 10 പേരെടുത്ത് 20 പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ അവർ വന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കും എന്താ ചെയ്തില്ലേ ആയില്ലേന്ന്. അപ്പം നിങ്ങൾക്ക് കുറച്ച് ചൂട് വരും. ഞാൻ ചെയ്ത കാര്യം എന്തായിരുന്നു, നോച്ച് 13 തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ കയറി പറഞ്ഞു ഞാൻ തുടങ്ങാൻ പോകണം. ഇപ്പം എനിക്ക് പ്രഷറാ, ഇത് തുടങ്ങുന്നില്ല ആദർശം എന്താ ചോദിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്തോളൂ. ടേക്ക് ദ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്, ആൻഡ് ഒബ്വിയസ്ലി ഇതർ ഇറ്റ് വിൽ സക്സസ് ഓർ ഇറ്റ് വോണ്ട് വർക്ക്. ക്യാഷ് ബേൺ ചെയ്യേണ്ട ചില സമയത്ത് വരും. ആൻഡ് എവറി ബിസിനസ് ഹാവ് റിസ്ക്. ആ റിസ്ക് ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എടുത്തേ പറ്റൂ. റിസ്ക് എടുക്കാത്തത് വേറൊരു റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കാത്തത് വേറെ റിസ്ക്കാണ്. അതൊരു റിഗ്രറ്റിംഗ് റിസ്ക് ആവും പിന്നീട്. അതെ. അപ്പോൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി പോലെ തന്നെയാണോ ഈ മിക്സിങ്ങിൻ്റെ ഫോർമുല? അതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതാണോ, പ്രൊപ്പറേറ്ററി ആയിട്ടുള്ളതാണോ? കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് വളരെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. എങ്ങനെയാണോ നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തത് മാർക്കറ്റിൽ, ചില സിസ്റ്റംസ് ഹിറ്റാവും അല്ലേ, നമ്മൾ പ്രോഫിറ്റബിൾ ആവും. അതേപോലെ തന്നെയാണ് ഈ സാധനം മിക്സ് ചെയ്ത് നമ്മളൊരു ഫോർമുല കണ്ടുപിടിക്കുന്നത്. അത് നമ്മുടെ പ്രൊപ്പറേറ്ററി ആണ്. അത് നമ്മുടെ പ്രൊപ്പറേറ്ററിയാണ്. ഓക്കെ മനസ്സിലായി. ഏതെങ്കിലും ഫ്രാഗ്രൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ, അത് പബ്ലിഷ് ചെയ്യാൻ റിവീൽ ചെയ്യാറായോ, അതോ റിവീൽ ചെയ്തോ ഓൾറെഡി? ഇല്ല. ഫസ്റ്റ് ഇനീഷ്യലി ഒരു മെൻ ഫ്രാഗ്രൻസും ഒരു യൂണിസെക്സ് ഫ്രാഗ്രൻസാണ് നമ്മളിപ്പോൾ ഇറക്കാൻ പ്ലാന്. ഓക്കെ. അതിന് എന്തെങ്കിലും സ്പെസിഫിക് എന്തെങ്കിലും റിവീൽ ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ? അത് റിവീൽ ചെയ്യാത്ത അതിൽ പ്രത്യേകിച്ച് റിവീൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. ഒരു ഫസ്റ്റ് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് കുറച്ച് പഞ്ചി ആയിട്ടൊരു മാസ്കുലിൻ രീതിയിൽ വരുന്ന ഒരു ഇനീഷ്യൽ ഒരു പെപ്പർ, ലെമൺ, സിട്രസിൻ്റെ ഒരു ബ്ലാസ്റ്റിൽ വന്നിട്ട് പിന്നെ ലാവൻഡർ അങ്ങനെ പോകുന്ന ഒരു ടോണിൽ പോകുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. സെക്കൻഡ് വന്നിട്ട് ഒരു ഫ്രൂട്ടി ഫ്ലോറലും കൈൻഡ് ഓഫ് ഊതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രാഗ്രൻസ്. സോ ലെറ്റ്സ് സീ. ആദർശിൻ്റെ ഫേവറേറ്റ് ഫ്രാഗ്രൻസ് ഏതാണ്? എനിക്ക് ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡേവിഡ് ഓഫിൻ്റെ കൂൾ വാട്ടർ പറഞ്ഞൊരു ഫ്രാഗ്രൻസ് ഉണ്ട്. അതെനിക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള. അതെ, അത് അക്കോ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇന്ത്യൻ ക്ലൈമറ്റിൽ നിൽക്കില്ല സാധനം, പക്ഷേ ഇറ്റ്സ് ഹാവ് അമേസിങ് സ്മെൽ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പി എടുത്തിട്ട് ബാഗിലിടും, തീരുമ്പോൾ അടിക്കാം, പോവാം. അതർ ദാൻ ഇപ്പം നമ്മുടെ പ്രൊഫഷനോ ഇതൊന്നും അല്ലാതെ ഒരു പേഴ്സണൽ ആദർശിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും, വാട്ട് ഈസ് ആദർശ് അതർ ദാൻ ദിസ്? ഓക്കെ, അതർ ദാൻ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്ക്, ഞാൻ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആളൊന്നുമല്ല. ആൻഡ് ഈവൻ ദോ എൻ്റെ ലൈഫ് വളരെ സിമ്പിളാണ്. ഞാനിപ്പോഴും ഐ ഡോണ്ട് ഹാവ് ബൈക്ക്, കാർ, അങ്ങനെ ഒരു സാധനമില്ല. എപ്പോഴും ഞാൻ ബസ്സിൽ പോവും, എല്ലാം നോർമൽ തന്നെയാണ്. എൻ്റെ ലൈഫിൽ അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊന്നുമില്ല. എനിക്ക് ആകെ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനെവർ ഐ എം ഫ്രീ, ഐ ലൈക്ക് ടു ഹാങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. ആ ഒരു സർക്കിളിൽ ഇരിക്കുക, അവിടെ ഒന്ന് ചില്ല് ചെയ്യുക. ലൈക്ക് ഐ ഫീൽ മോർ ഹാപ്പി. ആ ഒരു സോഷ്യൽ സർക്കിളിൽ ഇരിക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ്. അതിൽ ഒരു എൻഡുണ്ട്. എന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു മനുഷ്യൻ ഒരു സമയത്തും കാണില്ല, ഫുൾ സോൺ ഔട്ടായ പോലെ. ഒരു മോങ്ക് മോഡ് പറയും ഞാൻ. മോങ്ക് മോഡ് പോയി കഴിഞ്ഞാൽ ആരും എന്നെ കാണില്ല കുറച്ച് നേരം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും കുറേ കാണും. ഇടയ്ക്കിടയ്ക്ക് ഐസൊലേഷൻ, പ്രൈവസി. അതെ, അത് തീർച്ചയായിട്ടും വേണ്ട ഒരു സാധനമാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം പ്രിയനാണോ? ആണോ ചോദിച്ചാൽ ആണ്, പക്ഷെ അത്ര അങ്ങനെ വലിയ ഒബ്സഷനൊന്നുമില്ല. ഈ പോഡ്കാസ്റ്റ് എന്ന വൈൻഡപ്പ് ചെയ്യാം. ആദർശ് വന്നതിനും പങ്കെടുത്തതിനും നന്ദി. പോഡ്കാസ്റ്റിലേക്ക് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഓക്കെ.